بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നുജീബു, ഉത്തരമെഴുതാം. ഇവിടെ 3 ചിത്രങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അഥവാ കാറിൻ്റെ ചിത്രം കൊടുത്തിട്ട് മാതിൽക്ക, ഇതെന്താണ് എന്നൊരു ചോദ്യം. അതേപോലെ തന്നെ മേശൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ട് മാതിൽക്ക. അതേപോലെ തന്നെ ഒരു മരത്തിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മാതിൽക്ക എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ലിസാനായതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ ചിലപ്പോൾ അത് കാറാകുന്നു, അതേപോലെ അത് മേശയാകുന്നു, അത് മരമാകുന്നു എന്നൊക്കെ എഴുതി കൊടുക്കും. അപ്പോൾ അങ്ങനെ എഴുതരുത്. അത് ലിസാനായതുകൊണ്ട് നമ്മൾ അറബി തന്നെ ആൻസർ എഴുതണം. അപ്പോൾ കാറിന് നമുക്ക് എന്താ പറയുക, സയ്യാറത്തുൻ എന്നാണല്ലോ കാറിന് പറയാം. അപ്പോൾ ഇവിടെ ചോദ്യം തിൽക്ക, തിൽക്ക എന്നുള്ളത് കൊണ്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ തിൽക്ക സയ്യാറത്തുൻ എന്ന് എഴുതിയാൽ കറക്റ്റ് ആൻസറായി. തിൽക്ക സയ്യാറത്തുൻ. അതേപോലെ തന്നെ തിൽക്ക. അടുത്ത ചോദ്യം മേശക്ക് എന്താ പറയുക, ത്വാവിലത്തുൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെ എഴുതുക, തിൽക്ക ത്വാവിലത്തുൻ, അതാണ് അതിൻ്റെ ഉത്തരം. അതുപോലെ തന്നെ മരത്തിന് നമ്മളെന്താ പഠിച്ചത്, ഷജറത്തുൻ എന്ന് പഠിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം, തിൽക്ക ഷജറത്തുൻ. ഇനി അതിൽ രണ്ടാമത് അതേപോലെ തന്നെ 3 ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഴത്തിൻ്റെ ചിത്രങ്ങൾ കൊടുത്തുക്കണു, അതേപോലെ തന്നെ ചന്ദ്രൻ്റെ ചിത്രം കൊടുത്തുക്കണു, അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ചോദ്യം മാതാലിക്ക എന്നുള്ള ചോദ്യം ഓരോന്നിൻ്റെ മുകളിലുണ്ട്. പഴത്തിൻ്റെത് നമുക്കറിയാം മൗസുൻ എന്നാണ്. അപ്പോൾ പഴത്തിന് നമ്മൾ ഇതിൻ്റെ ആൻസറായിട്ട് എങ്ങനെ എഴുതുക, ദാലിക്ക മൗസുൻ. അതേപോലെ തന്നെ ചന്ദ്രൻ നമ്മൾ ഹിലാലുൻ എന്നല്ല പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുക, ദാലിക്ക ഹിലാലുൻ. ക്യാരറ്റിന് എന്താ നമ്മൾ പഠിച്ചത്, ജിസറുൻ എന്ന് പഠിച്ചല്ലോ ക്യാരറ്റിന്. അപ്പോൾ അവിടെ ആൻസർ എന്താ എഴുതുക, ദാലിക്ക ജിസറുൻ. ഉത്തരങ്ങൾ ഒന്നും കൂടി പറയാം. 1-ലെ ഒന്നാമത്തത് തിൽക്ക സയ്യാറത്തുൻ, 1-ലെ 2 തിൽക്ക ത്വാവിലത്തുൻ, 1-ലെ 3 തിൽക്ക ഷജറത്തുൻ. അതേപോലെ തന്നെ 1-ലെ 4-ൻ്റെ ആൻസർ ദാലിക്ക മൗസുൻ, 5-ൻ്റെ ആൻസർ ദാലിക്ക ഹിലാലുൻ, 6-ൻ്റെ ആൻസർ ദാലിക്ക ജിസറുൻ. രണ്ടാമത്തെ ആക്ടിവിറ്റി നസ്ലു മായുനാസിബു, യോജിച്ചവ ചേർക്കാം. ഇവിടെ 5 ചോദ്യങ്ങളാണുള്ളത്. അതിൻ്റെ ആദ്യ ഭാഗം വിട്ടുപോയിട്ടുണ്ട്. ലാസ്റ്റ് ഭാഗമാണ് ഇവിടെ ഉള്ളത്. വിട്ടുപോയ ഭാഗത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഓരോ ചോദ്യങ്ങളെയും ഇടത് ഭാഗത്ത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റിൽ കൊടുത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ എല്ലാത്തിലും ഹാദിഹി അതേപോലെ തന്നെ ഹാദ, ഇത് രണ്ടുമാണുള്ളത്. അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ആണിനോട് സൂചിപ്പിക്കുന്നത് അതേപോലെ പെണ്ണിനോട് സൂചിപ്പിക്കുന്നത് മുദക്കർ മുഅന്നസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും താ ഉള്ളത് താ ഇല്ലാത്തത് അങ്ങനെയെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടാവും. താ ഇല്ലാത്തതാണെങ്കിൽ ഹാദാ കൊടുക്കുക, താ ഉള്ളതാണെങ്കിൽ ഹാദിഹി കൊടുക്കുക. ഇങ്ങനെ മുഴുവനും ഇങ്ങനെയൊന്നും അല്ല, എങ്കിലും ഒരുവിധം അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കുക. ഇനി വലിയ ക്ലാസ്സുകളിലൊക്കെ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താ, ഡാഷ് ഒനൊക്കി. അപ്പോൾ അതിനോട് യോജിക്കുന്നത് അവിടെ താ ഒന്നും കാണാനില്ല. അപ്പോൾ നമുക്കിത് കൊടുക്കാം, ഹാദാ എന്ന് കൊടുക്കുക. ഹാദാ ഒനൊക്കി. അതിൻ്റെ അർത്ഥം എങ്ങനെ വരിക, ഇതെൻ്റെ പിരടിയാകുന്നു. അർത്ഥം കൂടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഈ സെൻറ്റൻസ് ഇങ്ങനെ കൊടുത്തിട്ട് അർത്ഥം എഴുതാൻ വേണ്ടി തന്നാൽ നമുക്ക് അർത്ഥം എഴുതി വെക്കാമല്ലോ. രണ്ടാമത്തെ ചോദ്യം എന്താ, ഡാഷ് ദർറാജത്തുൻ. അപ്പോൾ അവിടെ യോജിക്കുന്നത് ദർറാജത്തുൻ എന്നുള്ളൊരു താ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൊടുക്കുക, ഹാദിഹി എന്ന് കൊടുക്കുക. ഹാദിഹി ദർറാജത്തുൻ. ഹാദിഹി ദർറാജത്തുൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അർത്ഥം വരിക, ഇത് സൈക്കിളാകുന്നു. മൂന്നാമത്തത് ഡാഷ് സഫീനത്തുൻ. അപ്പോൾ അവിടെയും താ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് കൊടുക്കാം, ഹാദിഹി എന്ന് കൊടുക്കാം. ഹാദിഹി സഫീനത്തുൻ. ഹാദിഹി സഫീനത്തുൻ അർത്ഥം എങ്ങനെ വരിക, ഇത് കപ്പലാകുന്നു. ഇനി നാലാമത്തെ ചോദ്യം എന്താ, ഡാഷ് ബിത്വീഹുൻ. ഇവിടെ നോക്കുമ്പോഴും താ ഒന്നും കാണാനില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹാദാ കൊടുക്കുക. ഹാദാ ബിത്വീഹുൻ, ഇത് തണ്ണിമത്തനാണ്. അഞ്ചാമത്തെ ചോദ്യം ഡാഷ് എനബുൻ. ഇവിടെയും താ കാണാനില്ല. അപ്പോൾ നമുക്ക് ഹാദാ എന്ന് കൊടുക്കുക. ഹാദാ ഇനബുൻ എന്നാണ് അതിൻ്റെ ഉത്തരം. എന്താണ് അതിൻ്റെ അർത്ഥം വരിക, ഇത്
മുന്തിരിയാകുന്നു. ഉത്തരങ്ങളൊന്നും കൂടി നമുക്ക് നോക്കാം. ഒന്ന് ഹാദാ ഉനുഖി, രണ്ടാമത്തത് ഹാദിഹി ദറാജത്തുൻ, മൂന്നാമത്തത് ഹാദിഹി സഫീനത്തുൻ, നാലാമത്തത് ഹാദാ ബിത്തീഖുൻ, അഞ്ചാമത്തത് ഹാദാ ഇനബുൻ. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. നുതർജിമു, പരിഭാഷപ്പെടുത്താനാണ്. നമ്മൾ അതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കാനാണ്. അർത്ഥം എഴുതുമ്പോഴും നമ്മൾ മലയാളത്തിൽ എഴുതരുത്, അറബി മലയാളത്തിൽ എഴുതാവൂ. ഒന്നാമത്തെ ചോദ്യം ഹാദിഹി ത്വാഇറത്തുൻ കബീറത്തുൻ. ഇങ്ങനെ ഓരോ സെൻറ്റൻസുകൾ അർത്ഥം എഴുതാൻ വേണ്ടി തരുമ്പോൾ നമ്മൾ ഓരോ വാക്കിൻ്റെ അർത്ഥങ്ങൾ ആദ്യം ഇങ്ങനെ ഓരോന്ന് നോക്കി നോക്കുക. എന്നിട്ട് അതിങ്ങോട്ട് സെൻറ്റൻസായി ഓർഡറാക്കി എഴുതിയാൽ മതി. ഹാദിഹി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത്. ത്വാഇറത്ത് എന്ന് പറഞ്ഞാൽ വിമാനം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കബീറത്ത് എന്ന് പറഞ്ഞാൽ വലിയ. ഇനി അത് ഇങ്ങനെ നോക്കിയാൽ മതി, ഇത് വിമാനം വലിയ. അപ്പോൾ അത് ഒരു ഓർഡർ കറക്റ്റ് കിട്ടൂല. അത് നമ്മൾ എങ്ങനെ ഒരു സെൻറ്റൻസിൽ ഓർഡറാക്കി കൊടുക്കുക? ഇത് വലിയ വിമാനമാണ്. അപ്പോൾ അത് കറക്റ്റായി, ഇത് വലിയ വിമാനമാണ്. രണ്ടാമത്തെ എന്താ? തിൽക്ക ഹഖീബത്തു ഉഖ്തി. ഇനി ഓരോ വാക്കിൻ്റെ അർത്ഥം നമുക്ക് നോക്കുക. തിൽക്ക എന്ന് പറഞ്ഞാൽ അത്, പിന്നെ ഹഖീബത്ത് പറഞ്ഞാൽ നമുക്കറിയാം ബാഗാണല്ലോ, ബാഗ്. ഉഖ്തി, ഉഖ്തി എന്ന് പറഞ്ഞാൽ ഉഖ്തു എന്ന് പറഞ്ഞാൽ സഹോദരി. ഇവിടെ ഉഖ്തി എന്നാണ്, ഒരു യാവും കൂടി ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവസാനം ഒരു യാവ് കൂടിയാൽ പിന്നെ എൻ്റെ എന്നർത്ഥം വരും, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ വരിക? എൻ്റെ സഹോദരി എന്ന് അവിടെ അർത്ഥം വരിക. ഇനി അതെങ്ങനെ ഒരു സെൻറ്റൻസ് ഒക്കെ ആക്കുമ്പോൾ എങ്ങനെ വരും? തിൽക്ക ഹഖീബത്ത് ഉഖ്തി എങ്ങനെ വരിക? അത് എൻ്റെ സഹോദരിയുടെ ബാഗാണ്. ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം. ഒന്നാമത്തത് ഹാദിഹി ത്വാഇറത്തുൻ കബീറത്തുൻ, അതിൻ്റെ അർത്ഥം ഇത് വലിയ വിമാനമാണ്. രണ്ട്, തിൽക്ക ഹഖീബത്ത് ഉഖ്തി, അതിൻ്റെ അർത്ഥം അത് എൻ്റെ സഹോദരിയുടെ ബാഗാണ്. ഇനി നാലാമത്തെ ആക്ടിവിറ്റി. ഇവിടെ 7 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, 7 സാധനങ്ങളുടെ പേരാണ്. അതിൻ്റെയൊക്കെ അർത്ഥം അതിൻ്റെ അവസാന ഭാഗത്തുണ്ട്. ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ നടുവിലാണ് ഓരോന്ന് എഴുതേണ്ട സ്ഥലം. അപ്പോൾ നമ്മൾ ഓരോന്നും വായിച്ച് നോക്കിയിട്ട് കൃത്യമായ ആൻസർ അർത്ഥം ഏതാണെന്ന് വെച്ചാൽ അതാണ് എഴുതേണ്ടത്. ഒന്നാമത്തെ എന്താ? ബക്കുലുൻ. ബക്കുലുൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വായിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടും. ഏതാണ്? ചീര, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ചീര എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. രണ്ട്, ഖറഉൻ. ഖറഉൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോന്നും വായിച്ച് നോക്കുക. എന്താണ് ഇവിടെ ഉത്തരം വരിക, അർത്ഥം വരിക? ചുരങ്ങ. മൂന്നാമത്തെ എന്താ? ബത്വാത്ത. ബത്വാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അർത്ഥം ഉരുളക്കിഴങ്ങ്, നമ്മൾ പഠിച്ചിരിക്കണമല്ലോ, ഉരുളക്കിഴങ്ങ്. നാലാമത്തേത് എന്താ? ജുവാഫത്തുൻ. ജുവാഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോന്നും വായിച്ചു നോക്കിയാൽ കിട്ടും. അവിടെ ഒന്നാമതായിട്ട് തന്നെ കൊടുത്തുകൊണ്ട് പേരക്ക, അതാണ് അതിൻ്റെ അർത്ഥം. ജുവാഫത്ത്, പേരക്ക. അഞ്ചാമത്തേത് മിർസമുൻ. മിർസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അവസാന ഭാഗത്ത് അവസാന അടിയിൽ നിന്ന് രണ്ടാമത്തേത് പെൻസിൽ, അതാണല്ലോ മിർസമിൻ്റെ അർത്ഥം, പെൻസിൽ. ആറാമത്തേത് സൂമൻ. സൂമൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെളുത്തുള്ളി. അപ്പോൾ സൂമൻ എന്നുള്ളടത്ത് വെളുത്തുള്ളി എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഏഴാമത്തേത് ജഅഫറാൻ. ജഅഫറാൻ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണത്? കുങ്കുമം. അർത്ഥങ്ങൾ നമുക്കൊന്നും കൂടി നോക്കി നോക്കാം. ഒന്ന്, ബക്കലുൻ ചീര. രണ്ട്, ഖറഉൻ ചുരങ്ങ. മൂന്ന്, ബത്താത്ത ഉരുളക്കിഴങ്ങ്. നാല്, ജുവാഫത്തുൻ പേരക്ക. അഞ്ചാമത്തേത് മിർസമുൻ പെൻസിൽ. ആറാമത്തേത് സൂമൻ വെളുത്തുള്ളി. 7, ജഅഫറാൻ കുങ്കുമം. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്താണ്? നുദ്ഖിലു യാ ഫി ആഖിരിൽ കലിമാത്തി. ഇവിടെ 4 കലിമത്തുകൾ കൊടുത്തിട്ടുണ്ട്, 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അവസാനം ഒരു യാ ചേർത്ത് കൊടുത്ത് എഴുതാണ് വേണ്ടത്. നിങ്ങൾ 2ാം ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് ആ വാക്കിൻ്റെ കൂടെ യാ ചേരുമ്പോൾ അത് കൂട്ടിയിട്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. യാ ഒറ്റയ്ക്ക് എഴുതരുത്. ഒന്ന്, കിതാബൻ. കിതാബിൻ്റെ കൂടെ നമ്മളൊരു യാ കൂട്ടി അങ്ങനെ വരിക, കിതാബി എന്നെഴുതാം. ഉത്തരം എന്താ വരിക? കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം. പിന്നെ ഒരു യാ അവസാനം കൂടുമ്പോൾ നമ്മൾ എൻ്റെ എന്നർത്ഥം വരും എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ പുസ്തകം എന്നർത്ഥം വരും. അമ്മുൻ. അമ്മെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിതൃവ്യൻ. അപ്പോൾ അതിൻ്റെ കൂടെ യാ ചേർക്കുമ്പോൾ എങ്ങനെ വരിക? അമ്മീ എന്നാ വരിക, എൻ്റെ പിതൃവ്യൻ എന്നാണ് അർത്ഥം വരിക. മൂന്നാമത്തത് നാലുൻ. നാലുൻ അതിൻ്റെ കൂടെ യാ ചേർക്കുമ്പോൾ നാലി എന്നർത്ഥം വരും. നാല് എന്ന് പറഞ്ഞാൽ ചെരുപ്പ്, നാലി എന്ന് പറയുമ്പോൾ എൻ്റെ ചെരുപ്പ്. നാലാമത്തത് ഉഖ്തുൻ. അതിൻ്റെ കൂടെ യാ ചേരുമ്പോൾ എങ്ങനെ വരിക? ഉഖ്തി. ഉഖ്ത് എന്ന് പറഞ്ഞാൽ സഹോദരി. ഉഖ്തി എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരി എന്ന് വരും. ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു. ഒന്ന്, കിതാബുൻ കിതാബി. രണ്ട്, അമ്മുൻ അമ്മി. മൂന്ന്, നാലുൻ
നഅലി. 4 ഉഖ്തുൻ ഉഖ്തി. ആറാമത്തെ ആക്ടിവിറ്റി നുഅരിബു, അറബിയാക്കി കൊടുക്കാനാണ്. ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ട് എന്താണത്? ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു എന്നെങ്ങനെ നമുക്കത് അറബിയായി കൊടുക്കാം? അന ദാരിസുൻ. അത്ര എഴുതിയാൽ മതി, അന ദാരിസുൻ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു തആല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ, ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.